എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് ലൈവ്ലി ലൈഫ് സ്റ്റൈൽ വിത്ത് അഭിരാമി എന്നാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കറുത്ത ബോക്സിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുത്താൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ വരും. എൻ്റെ വീഡിയോസ് അപ്പോൾ തന്നെ കാണാനും പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആണ്. നമുക്ക് നമ്മുടെ ഫേസിലൊക്കെ ഇപ്പോൾ ഭയങ്കര അധികം പിമ്പിൾ വരിക, മാക്സ് വരിക, നമ്മൾ കറുത്തു പോകും. ഇപ്പോഴത്തെ വെയിലെന്ന് വെച്ചാൽ അതിഭയങ്കര വെയിലാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ടാൻ അടിക്കുക, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിസൾട്ട് തരാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നിങ്ങൾ തമ്പനയിൽ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് എന്താണെന്ന് കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് നമ്മൾ ചക്കക്കുരു ആണ് എടുക്കുന്നത്. അത് പുഴുങ്ങി അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വെച്ചേക്കാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതാ ഈ പാക്ക് സെറ്റായിക്കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഈ പാക്ക് എന്ന് പറയുന്നത് അടിപൊളിയാണ്. നമ്മുടെ ഫേസിലുണ്ടാവുന്ന മുഖക്കുരു വന്നിട്ടുള്ളത് ഇതുപോലത്തെ പാടുകളുണ്ടല്ലോ, കാണാം. ഇതാ എനിക്ക് കഴുത്തിലും ഫേസിലും ഉണ്ട് കേട്ടോ. അത്യാവശ്യമൊക്കെ മാറിയിട്ടുണ്ട്, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനൊക്കെ പാക്കുകൾ ചെയ്ത് ഇപ്പോൾ നന്നായിട്ടത് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്കിത് കഴുത്തിലൊക്കെ കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറാനായിട്ടുള്ള ബെറ്റർ ഒരു പാക്കാണ് കേട്ടോ ഇത്. അടിപൊളിയായിട്ട് നമ്മുടെ പിമ്പിൾസ് വന്ന മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറയും. പ്ലസ് നമുക്ക് പിഗ്മെൻറ്റേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് റെഡ്യൂസ് ചെയ്ത് നമ്മുടെ ഫേസിൽ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരും കേട്ടോ. പാലും കൂടെ ഒഴിച്ചാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ പാലെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ഇൻസ്റ്റൻ്റായിട്ട് ഗ്ലോ തരാനും ഒരു വൈറ്റനിങ് ഒക്കെ തരാനും അടിപൊളി സാധനമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമ്മുടെ ഫേസിൽ അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. ഞാനിപ്പോൾ ഒരു 1 വീക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആ പാടുകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഈ ഒരു നെക്ക് ഭാഗത്താണ് എപ്പോഴും കുരു വന്നിട്ട് അതങ്ങ് ഇങ്ങനെ ഇതുപോലെ കറുത്ത പാടുകളാവുകയാണ് കേട്ടോ. ഫേസിലും ഉണ്ട്, എന്നാലും ഫേസ് ഏകദേശം നമ്മൾ ഫേസിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഫേസിൽ നന്നായിട്ട് പെട്ടെന്ന് കുറയും. പക്ഷെ കഴുത്തിലെങ്കിൽ പോകുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ പാക്കുകളൊക്കെ ട്രൈ ചെയ്ത് നല്ല കുറവുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇത് ഉറപ്പായിട്ടും ചെയ്ത് വെക്കുക. ഇതുപോലെ എന്നെ പോലെ ഉണ്ടെങ്കിൽ ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഫേസിൽ എന്തെങ്കിലും ഡേർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകിയിട്ട് മാത്രമേ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. ഇതൊന്നല്ല, ഏത് ഫേസ് പാക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും ഫേസ് നന്നായിട്ട് ഫസ്റ്റ് ക്ലീൻ ചെയ്യുക കേട്ടോ. സ്മെല്ലൊക്കെ നമുക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. പാലും ചക്കക്കുരു ആയതുകൊണ്ട് നല്ല സ്മെല്ലാണ്. എവിടെയൊക്കെയാണോ നമുക്ക് നന്നായിട്ട് മാർക്കുകളുള്ളത് ആ ഏരിയ ഫുള്ള് നന്നായിട്ട് തേക്കുക കേട്ടോ. കണ്ണിൻ്റെ ചുറ്റും നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഞാൻ ഒരു പാക്ക് ഇടുമ്പോഴും കണ്ണിൻ്റെ ചുറ്റും ഇടാറില്ല കേട്ടോ. കണ്ണിലിടുമ്പോൾ നിങ്ങൾ കണ്ണിന് വേണ്ടിയിട്ടുള്ള ഫേസ് മാസ്കുകൾ മാത്രമേ യൂസ് ചെയ്യാവുള്ളേ. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അതിനിപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പാടില്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഫേസ് പാക്ക് നമ്മൾ എന്താണോ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് അത് കണ്ണിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് കേട്ടോ. കണ്ണിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫേസ് മാസ്കുകൾ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ കഴുത്തിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് കഴുത്തിൽ ഫേസിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പാക്കുകളും വെക്കുന്ന പോലെ തന്നെ 15 to 20 മിനിറ്റ്സ് നമ്മൾ വെക്കുക. ഒന്ന് ഡ്രൈ ആകുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഡ്രൈ ആയിട്ട് കാണാം. 15 to 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങി. ഞാൻ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്തിട്ട് വന്നപ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ലതായിട്ട് ചക്ക സീസണാണ്. അതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ചക്കക്കുരുവൊക്കെ കാണും കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് കേൾക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ മുകളിലൊരു കടയുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു ശബ്ദമാണ് കേട്ടോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത്. ഒരു മിനിറ്റ്, ഞാൻ ജനലൊന്ന് അടയ്ക്കട്ടെ. അപ്പോൾ ചിലപ്പോൾ കേൾക്കില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ജനലൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയധികം വോയിസ് ഇങ്ങോട്ട് വരില്ല. മുകളിലൊരു കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അവർ സാധനങ്ങളൊക്കെ ഇത് പാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ശബ്ദമാണ് കേട്ടോ കേട്ടത്.
അപ്പോൾ നല്ല ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ചക്കക്കുരു എല്ലാവരുടെ വീട്ടിലും കാണും. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും അത്യാവശ്യം ചക്കയും ചക്കക്കുരും ഒക്കെ ഉള്ള കാലമാണ്. അപ്പോൾ ഒന്ന് എടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾക്ക് മായാതിരിക്കുന്ന പാടുകളോ പിഗ്മെൻറ്റേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിത് തുടച്ച് നിങ്ങളെ റിസൾട്ട് കാണിച്ച് തന്നിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്യാം. അപ്പോൾ അതാ നന്നായിട്ട് നമ്മുടെ ഫേസ് നല്ലതായിട്ട് ഒരു ബ്രൈറ്റനിങ്ങും തരും. പ്ലസ് നമ്മളുടെ മാർക്സൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പോകും കേട്ടോ. അപ്പോൾ അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ട്. എനിക്കെന്തായാലും പെട്ടെന്ന് ഫേസ് ഫുള്ളായിട്ട് കഴുകാൻ തോന്നുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമാണ് പുതിയ പുതിയ ഫേസ് മാസ്കുകളൊക്കെ പരീക്ഷിക്കാനും അത് നമുക്ക് എഫക്റ്റ് ആകുമ്പോൾ എനിക്ക് ഭയങ്കര അധികം സന്തോഷമാണ് കേട്ടോ. ഇത്രയും സന്തോഷം നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ്. എനിക്ക് കുറച്ച് വിഷമമൊക്കെ വന്നിരിക്കുന്ന സമയത്ത് 2 പപ്പടം കാച്ചിയാൽ സങ്കടം മാറുമെന്ന് പറയുന്ന പോലെ എനിക്ക് ഫേസ് മാസ്ക് ഒക്കെ ഇടുമ്പോൾ അപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. അത് തുടച്ച് കളയുമ്പോൾ നമ്മുടെ ഫേസൊക്കെ കുറച്ചുകൂടെ ഒന്ന് വൃത്തിയായി ബ്രൈറ്റനായി ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടമൊക്കെ അങ്ങനെ അലിഞ്ഞില്ലാതാവും. അങ്ങനെയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അങ്ങനെയാണ്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ അങ്ങനെയാണ്. ഇങ്ങനെ വിഷമമൊക്കെ വന്നിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഫേസ് മാസ്കുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര അധികം സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ്. അപ്പോൾ ഈ ഫേസ് ഫുള്ള് വാഷ് ചെയ്ത് വന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് സെറ്റായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഇൻസ്റ്റൻ്റായിട്ട് നല്ലൊരു ഗ്ലോയൊക്കെ തോന്നുന്നുണ്ട്. ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റനായിട്ടോ നിങ്ങൾക്ക് തോന്നില്ലേ? നന്നായിട്ടൊരു ബ്രൈറ്റനായൊരു ഫീലുണ്ട്. അപ്പോൾ കഴുത്ത് പക്ഷേ അത്ര അങ്ങോട്ട് കഴുത്തിന് പൊതുവേ എനിക്ക് നിറം കുറവാണ് കേട്ടോ. ഫേസാണ് എനിക്ക് ഒന്നുകൂടെ നന്നായിട്ട് ബ്രൈറ്റനായി തോന്നിയത്. കഴുത്തൊന്ന് കുറച്ച് എന്നാലും നേരത്തെക്കാട്ടിലും ഉണ്ട് കേട്ടോ. കഴുത്തിൽ എനിക്ക് ഫേസിനെയും കാട്ടിയും കുറച്ച് നിറം കുറവാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഫേസിലത് വർക്കായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് നല്ല ബ്രൈറ്റനും കിട്ടും. ഒറ്റ ദിവസം കൊണ്ട് മുഖക്കുരു വന്ന പാട് പോയില്ല എന്നൊന്നും ആരും പറയരുത്. അങ്ങനെ മാജിക്കായിട്ട് ഇത് താനേ മാഞ്ഞു പോകുന്നില്ല കേട്ടോ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് ഒരു 1 വീക്കോ ഒരു 5 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് നോക്കൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പതിയെ അത് മങ്ങി വരുന്നത് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. എനിക്ക് ചിലവർക്ക് കുരുക്കൾ വന്ന ആ പാട് അങ്ങനെ അങ്ങ് മാഞ്ഞു പോകാറുണ്ട്. എനിക്ക് കുറച്ച് പാടാണ് കേട്ടോ. ഒന്നും തേച്ചില്ലെങ്കിൽ അത് അങ്ങനെ നിൽക്കുന്ന ഒരു സ്കിന്നാണ് എൻ്റേത്. അപ്പോൾ എൻ്റെ പോലെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഫേസ് മാസ്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അടിയിൽ കമൻറ്റായിട്ട് ഇടാനും മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതുപോലെ വീഡിയോസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതും അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.